രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ എത്ര തന്നെ സ്കോർ അടിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ അത് തിരിച്ചടിക്കും. നമ്മുടെ ഹാരി ബ്രൂക്കിന്റെ ഒരു വാക്കുകളാണിത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അസലായി 3G ആയിപ്പോയി എന്ന് വേണം പറയാൻ. ഒരു ലാംഗ്വേജ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഇവനോടൊക്കെ ഇങ്ങനെ തന്നെ പറയണമെന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു കളിക്കളത്തിൽ എന്തായിരുന്നു കാണിച്ചിരുന്നത്? ഈ ഓസ്ട്രേലിയക്കാരാണ് സ്ലെഡ്ജിങ്ങിന് പേര് കേട്ട ആളുകൾ. ഓസ്ട്രേലിയൻ കാണികളും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ സ്ലെഡ്ജിങ്ങിന് പേര് കേട്ട ആളുകളാണ്. ജെന്റിൽമാൻസ് ക്രിക്കറ്റ് എന്നാണല്ലോ ക്രിക്കറ്റ് അറിയപ്പെടുന്നത്, ജെന്റിൽമാൻസ് ഗെയിം എന്നാണല്ലോ. പക്ഷേ ഹാരി ബ്രൂക്ക് കളിക്കളത്തിൽ കാണിച്ചത് എന്താണ്? ആദ്യം ഋഷഭ് പന്തിന് വന്ന് സ്ലെഡ്ജ് ചെയ്യുന്നു. അതൊക്കെ ഒരു ടാക്ടിക്സ് ആയി എടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ അത്തരത്തിലുള്ളതൊന്നുമല്ല. ഋഷഭ് പന്ത് രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു, കുറച്ച് അഗ്രസീവ് ബാറ്റിംഗ് ആണ് ചെയ്തത്. പക്ഷെ അന്നേരത്ത് വന്ന് പറയുകയാണ്, ഋഷഭ് പന്തിനോട് ചോദിക്കുകയാണ്, എന്റെ റെക്കോർഡ് നിനക്ക് മറികടക്കാനാകുമോ? ടെസ്റ്റിൽ ഞാൻ 55 ബോളിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, അത് നിനക്ക് മറികടക്കാനാകുമോ? ഋഷഭ് പന്ത് അപ്പം തന്നെ വായടപ്പിച്ചുകൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പിന്നീട് വിവരിക്കാം. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനോട് ബാറ്റിംഗിനിടെ വന്ന് പറയുന്നു, 450 റൺസ് ആകുമ്പോൾ ഡിക്ലെയർ ചെയ്തോട്ടെ, നാളെ മഴയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഓൾ ഔട്ട് ആക്കാൻ പറ്റില്ല. ഒരുമാതിരി പ്രഷർ കൊടുക്കുന്ന രീതിയിലുള്ള സംസാരം ഇതൊക്കെ കളിക്കിടയിൽ ഉണ്ടാകാം. പക്ഷെ അപ്പോൾ നമ്മളെ പോലുള്ളവർ ഇത്തരം വീഡിയോകളിലൂടെ പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. കാരണം ബ്രിട്ടീഷ് മാധ്യമങ്ങൾ, ഓസ്ട്രേലിയൻ മാധ്യമങ്ങളൊക്കെ ഇന്ത്യയെ വില കുറച്ച് കാണാൻ എപ്പോഴും അവർ വലിയ ആളുകളാവുന്നതാണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് മുമ്പിൽ ഒന്നുമല്ല, ശരിക്കും സത്യത്തിൽ ഒന്നുമല്ല. കാരണം ടെസ്റ്റ് ക്രിക്കറ്റ് വെച്ച് നോക്കിയാലും ഏകദിന ക്രിക്കറ്റ് വെച്ച് നോക്കിയാലും ഇന്ത്യക്ക് മുമ്പിൽ ഒന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്ന് പറയാൻ ഓസ്ട്രേലിയക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഹാരി ബ്രൂക്കിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ പോയി പണി നോക്കണ ചെക്ക, കിട്ടിയില്ല നിനക്കിപ്പോൾ. ആദ്യത്തത് എങ്ങനെയോ ജയിച്ചു കളി. എങ്ങനെയാ ജയിച്ചത്? ഒരു ഭയങ്കര രീതിയിലൊന്നുമല്ല ജയിച്ചത്. പക്ഷെ ഇന്ത്യയുടെ മധ്യനിര ബാറ്റർമാർ പോരായ്മയായി പോയി. പക്ഷെ അതിന് പകരം ഇപ്പൊ വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജ കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നു. ഇക്കളിയിൽ മര്യാദ ഫോമായി. വാഷിംഗ്ടൺ സുന്ദറും അടക്കം ഉള്ള ആളുകൾ, നിതീഷ് കുമാർ റെഡ്ഡി അടക്കമുള്ള ആളുകളെ കൊണ്ടുവന്നു. ഷാർദുൽ ഠാക്കൂറിനൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഒരു മികച്ച രീതിയിൽ, അതായത് ബുംറയെ ഒഴിവാക്കിയത് അദ്ദേഹത്തിന് വിശ്രമം കൊടുത്താണ്. ഒഴിവാക്കി ബാറ്റിംഗ് നില ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ജഡേജ പണ്ടത്തെ ഒരു ജഡേജ ആവുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഹാരി ബ്രൂക്കിനോട് പറയാം, നീയൊക്കെ പോയി തരത്തിൽ കളിക്കടാ, നീയൊക്കെ ജയിച്ച പോലുള്ള ഒരു ജയമല്ല നമ്മളിപ്പോൾ ജയിച്ചിരിക്കുന്നത്. വലിയ വൻ വിജയം. അതായത് ഇന്ത്യയുടെ രാജകുമാർ, ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന്റെയും രവീന്ദ്ര ജഡേജയുടെയും നമ്മുടെ മുഹമ്മദ് സിറാജിന്റെയും ആകാശ്ദീപ്, ഈ വിജയത്തിൽ നിർണായക ഘടകം അത് ആകാശ്ദീപാണ്. എടുത്തു പറയും, എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ബൗൾ ചെയ്തത്. ഇൻസിംഗുകളെ കൊണ്ട് ഇംഗ്ലീഷുകാരെ വെള്ളം കുടിപ്പിച്ചു. അതായത് ഇംഗ്ലീഷുകാരും മര്യാദക്കൊന്നും ബൗൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചത് ആകാശ്ദീപാണെന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യ ഇന്നിംഗ്സിൽ മുഹമ്മദ് സിറാജും കൃത്യമായി അദ്ദേഹത്തിന് ഒരു പിന്തുണ കൊടുക്കുകയും ചെയ്തു. അപ്പോ ഇത് ഹാരി ബ്രൂക്കിനോട് നമ്മുടെ വീഡിയോയ്ക്ക് കൊണ്ട് നമ്മുടെ ഒരു പ്രതിഷേധം അറിയിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എന്തായി? രണ്ടാം ഇന്നിംഗ്സിൽ ആദ്യ ഇന്നിംഗ്സിൽ 158 റൺസ് അടിക്കുകയുണ്ടായി. രണ്ടാം ഇന്നിംഗ്സിൽ 31 ബോളിൽ 23 റൺസ് എടുത്ത് ഹാരി ബ്രൂക്ക് ഔട്ട് ആവുകയാണ് ഉണ്ടായത്. അതും ആകാശ്ദീപിന്റെ മനോഹരമായ ഒരു ബൗളിംഗ്. ആദ്യ ഇന്നിംഗ്സിലും ആകാശ്ദീപിന് തന്നെ ആയിരുന്നു വിക്കറ്റ്. ഏതായാലും ഇന്ത്യ സന്തോഷിച്ചതിനുള്ള വളരെയേറെ സന്തോഷം. ഹാരി ബ്രൂക്കിനോട് പറയാനുള്ളത്, നീയൊക്കെ കുറച്ചും കൂടി നോക്കണമടാ ഇന്ത്യയോട് കളിക്കാൻ എന്ന് തന്നെയാണ്. വീഡിയോയിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഞാൻ ഇത്ര ഒരു ഭാഷാ പ്രയോഗം നടത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ക്ഷമിക്കണം. കാരണം ഇന്ത്യ കളി ജയിച്ചതിനുള്ള ഒരു ആവേശത്തിൽ മാത്രമല്ല, ഇവരുടെയൊക്കെയുള്ള പ്രതികരണം കൊണ്ട്, കളിക്കളത്തിലെ ഒരു ഇതുകൊണ്ട് ഒരു ക്രിക്കറ്റ് ആരാധകനായി എനിക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാനായി തോന്നിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.